കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദാരുണമായ സംഭവം ശരിക്കും അത് അനലൈസ് ചെയ്താൽ അതൊരു രാഷ്ട്രീയ നേട്ടത്തിനായി UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ജില്ലയിൽ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് കോൺഗ്രസ് ക്യാമ്പുകൾ സജീവമായി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അത് പെട്ടെന്ന് തന്നെ അതൊരു പൊളിറ്റിക്കൽ മൈലേജിലേക്ക് കോൺഗ്രസ് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് പതിറ്റാണ്ടുകളായി കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ആ സംവിധാനങ്ങളെല്ലാം തന്നെ CPMന്റെ ഒരു നിയന്ത്രണത്തിലായിരുന്നു. ശ്രീ വി എൻ വാസവൻ ഇവിടുത്തെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ മുതൽ അദ്ദേഹത്തുണ്ടായിരുന്ന ബന്ധം, അദ്ദേഹം സഹായിക്കുന്ന ആളുകൾ, എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. ഇപ്പം അദ്ദേഹം മന്ത്രിയായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയാണല്ലോ മെഡിക്കൽ കോളേജ് ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ആക്സസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു മേധാവിത്വം CPMനുണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി. അതെല്ലാം തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായത്. പ്രത്യേകിച്ചും ചാണ്ടിയുമ്മൻ്റെ ഒരു കടന്നുവരവ്. ആ സംഭവം ഉണ്ടാകുമ്പോൾ ചാണ്ടിയുമ്മൻ അവിടെ എത്തുകയും അവരെ കേൾക്കുകയും, ചാണ്ടിയുമ്മൻ തന്നെയാണ് ഇങ്ങനെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ആരോഗ്യമില്ലാത്ത ഉണ്ടെന്നുള്ള ഒരു കേട്ടു, അതിനെപ്പറ്റി അന്വേഷിക്കണം അല്ലെങ്കിൽ തെരച്ചിൽ നടത്തണം എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നു, മീഡിയയ്ക്ക് മുന്നിൽ ഉപയോഗിക്കുന്നു. പിന്നീടാണ് തെരച്ചിൽ നടക്കുന്നു. പിന്നെ ആ വിവാദങ്ങൾ ഉണ്ടാകുന്നു, അതായത് കാലതാമസം ഉണ്ടായെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ആ സംഭവത്തേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതിന് രാഷ്ട്രീയ നേട്ടം ജില്ലയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മാണി ഗ്രൂപ്പും കൂടെ വന്നപ്പോൾ CPMന് വലിയൊരു മേധാവിത്വം ഉണ്ടായി. അതെല്ലാം കൂടെ പെട്ടെന്ന് തകർന്നു വീഴുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ചാണ്ടിയുമ്മൻ തന്നെ പിതാവിനെ പോലെ തന്നെ ആ കർമ്മജനായി പ്രശ്നങ്ങൾ ഇടപെട്ടു. നമ്മൾ കണ്ടു, ചാനലുകളെല്ലാം കണ്ടല്ലോ. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആക്ഷൻ ചെയ്തു. അതൊരു വലിയ മൂവ്മെന്റായി മാറി. കോൺഗ്രസ് ഏറ്റെടുത്തു, വലിയൊരു സംഭവമായി മാറി. അപ്പോൾ ഒരു രാഷ്ട്രീയ മൈലേജ് ഇവർ ഉണ്ടാക്കിയെന്നുള്ള നിസ്സംശയം പറയാം. പ്രത്യേകിച്ചും അന്ന് സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനമായിരുന്നു. മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവത്തെ എല്ലാം മായിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ മെറിറ്റുകളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് അവിടെ നടന്നു. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാണ്. കോൺഗ്രസിന് അത് വീണ്ടും കിട്ടിയ ഒരു ആയുധമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലുള്ള രോഗികളുടെ ഒരു അവസാനത്തെ ആശ്രയമാണ്. ആയിരക്കണക്കിന് രോഗികളാണ് നിത്യവും ഇവിടെ വന്നെത്തുന്നത്. ഈ ദാരുണ സംഭവത്തിന് ശേഷമാണ് അവരുടെ അപര്യാപ്തതകൾ, അവിടെ ഉണ്ടായ പോരായ്മകളൊക്കെ പുറലോകം അറിയുന്നത്. വാസ്തവത്തിൽ നമ്മുടെ എല്ലാം മനസ്സിൽ വലിയൊരു അഭിമാനമായി ഇന്നൊരു മെഡിക്കൽ കോളേജാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് രോഗികൾക്ക് ആശ്രയമായി തീർന്നു. അനേക ആളുകൾ രക്ഷപ്പെട്ട അല്ലെങ്കിൽ അവിടെ രക്ഷാകേന്ദ്രമായി. പെട്ടെന്നുള്ള ഈ സംഭവമാണ് ആ സംഭവത്തെ എല്ലാം, ആ നേട്ടങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിൻ്റെ പോരായ്മകളെ, പാളിച്ചകളെല്ലാം പുറലോകം അറിയും. അത് ശരിക്കും പറഞ്ഞാൽ അത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF തന്നെ ശരിക്കും മുതലെടുത്തു. ഇടതുപക്ഷത്തിന് അതിന് പുറകെ ഓടിയെത്താനേ സാധിച്ചു. ചാണ്ടിയുമ്മൻ അവിടെ എത്തുന്നു, ഈ പറയുന്ന വിവാദങ്ങളുണ്ടാകുന്നു, കോലാഹലങ്ങളുണ്ടാകുന്നു, സമരങ്ങളുണ്ടാകുന്നു. UDFന്റെ മറ്റേ MLA എത്തുന്നു, സമരം നടക്കുന്നു. പിന്നീടാണ് ഈ ബോഡി അവിടെ നിന്ന് കണ്ടെത്തുന്നത്. പിന്നെ അവരുടെ കുടുംബത്തിന് സഹായധനം നൽകണമെന്ന് ഉള്ള ആവശ്യം ഉന്നയിക്കുന്നു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തന്നെ 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു. വീണ്ടും ആ മൃതദേഹം പുറത്തേക്ക് എടുക്കുമ്പോൾ ചാണ്ടിയുമ്മൻ നേരിടുന്ന ഒരു സമരം നടക്കുന്നു. അതിനുശേഷമാണ് അവർ വീടുകളിൽ പോവുകയും മൊത്തത്തിൽ അത് ആ സംഭവം എല്ലാം തന്നെ കോൺഗ്രസ് ഹൈജാക്കി. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ വളരെ സുശക്തമാണ്. CPMയോടാണ് നല്ല അടിസ്ഥാന വേരോട്ടമുള്ള ഒരു സംഘടന, ഒരു സംവിധാനം, പൊളിറ്റിക്കൽ സംവിധാനം. അതെല്ലാം പിന്നെ പുറകെ നിൽക്കാൻ അവർ കഴിഞ്ഞുള്ളൂ. അത് ഭരണപരമായ പാളിച്ച കൂടെ, പാർട്ടി തരത്തിലുള്ള പാളിച്ച കൂടെ പെടുന്നു. ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി വി എൻ വാസവനും വീണ ജോർജൊക്കെ അവിടെ എത്തി. അവർ ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു എന്നുള്ള നമ്മൾ അന്നത്തെ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം കാണാനുണ്ട്. കോട്ടയത്തെ റിപ്പോർട്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് ഈ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. അതിനുശേഷം പറയുകയാണെങ്കിൽ ഒരു വലിയൊരു അറ്റാക്ക് മെഡിക്കൽ കോളേജിനെതിരെ അല്ലെങ്കിൽ ഈ സംവിധാനത്തിനെതിരെ വലിയൊരു അറ്റാക്ക് ഉണ്ടായി. കോട്ടയത്തെ റിപ്പോർട്ടർമാർക്ക് പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെ അവർ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. എന്തോ ചില ഇടപെടലൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിലുണ്ടായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരെ പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ടീമുകൾ എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ പുതിയ റിപ്പോർട്ടിംഗ് ടീമുകളെത്തി. പിന്നീട് ഒരു വലിയ ആക്രമണമാണ് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെയാണ് ഒരുപാട് സത്യങ്ങൾ പുറത്തു വരുന്നത്. അത് നമ്മുടെ മാധ്യമ ലോകം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എത്രമാത്രം നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവിനോട് അടുപ്പം കാണിച്ചാലും നമ്മളതിനകത്ത് വളരെ അൺബയാസ്ഡായിട്ട്, നിഷ്പക്ഷമായിട്ട്, വളരെ ഫെയർ ആയിട്ട് വാർത്തകൾ അവതരിപ്പിക്കണം എന്നുള്ള ഒരു പൊതു തത്വം
അത് വിസ്മരിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റിപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമലോകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം മലയാള മനോരമ പോലും നമുക്കറിയാം, അവർ പോലും ആദ്യഘട്ടത്തിൽ അവിടെ ഓൺലൈനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, സർക്കാരിനെ അല്ലെങ്കിൽ സംവിധാനത്തെ കുറ്റപ്പെടുത്തുന്നില്ല, സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നീട് ചാനലുകളിലും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരികയും ഈ ഒരു അലംഭാവം ഉണ്ടായി അല്ലെങ്കിൽ ഒരു വലിയ പിഴവുണ്ടായി എന്ന് കണ്ടപ്പോഴാണ് അവരുടെ റിപ്പോർട്ടിങ്ങിൽ പോലും മാറ്റം ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ ചാനലുകളെ വളരെ അധികം മഹത്വവൽക്കരിക്കുന്നു, പ്രകീർത്തിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ എല്ലാം നമ്മൾ കാണുന്നു.